ഹായ്, ഞാൻ നിങ്ങളുടെ ആരിഫ്. ഈ അനിമൽ, ബേർഡ്, ഇൻസെക്റ്റ് ഇവരുടെ ഒരു സൈക്കോളജി ഉണ്ട്, ഒരു ലൈഫ് സ്റ്റൈൽ. അതും നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസും തമ്മിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോയിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 3 ക്യാരക്ടേഴ്സും ഡയറക്റ്റ് അവർ തമ്മിൽ കണക്ഷൻ ഇല്ല, പക്ഷേ ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇതൊരു ഒരു വേൾഡിലാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? ഈ വേൾഡിൽ നടക്കുന്ന ഈ 3 ക്യാരക്ടേഴ്സാണ്. ഇതൊരു യൂഷ്വൽ ഒരു കോമിക് ഇൻസ്റ്റാ റീൽസ് അല്ല. സോ ഇത് ഷടപടയെന്ന് അങ്ങ് പോവില്ല. നിങ്ങൾ പേഷ്യൻസോടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കാണുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഓരോ വീഡിയോയിലും ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോൾ വേൾഡ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഈ ടൈം ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. പ്ലീസ് വാച്ച്. ഓക്കെ, ദ ഗെയിം ഈസ് ഓവർ. നിന്റെ കളി കഴിഞ്ഞടാ. നീയാണെന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം. എൻ്റെ ലൈഫ് ടൈം എൻ്റെ ലൈഫ് ടൈം മൊത്തം നിങ്ങൾക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്ത എൻ്റെ സ്കിൽ, എൻ്റെ കരിയർ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ ടൈം എന്നോട് കാണിച്ചു. നിങ്ങൾ കാണിച്ചു എന്നെ മാത്രമല്ല എന്റെ അമ്മയോട് നിങ്ങൾ എന്റെ അമ്മ, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരാൾ you guys sniper. Ravens, wolves കേട്ടിട്ടുണ്ട്. അവരുടെ ഒരു സൈക്കോളജി ഉണ്ട്. ഫ്രണ്ട്സ് അവര് റേവൻസ് പ്രേനെ കാണുമ്പോ ഫോളോ ചെയ്യുമ്പോൾ ഉൾസ് പാക്കായിട്ട് അതിൻ്റെ പുറകെ ഫോളോ ചെയ്യുമ്പോൾ ഈ റേവൻസിനെ അവർ നോക്കണം. റേവൻസ് ഫോളോ ചെയ്ത് പ്രേനെ കാണുമ്പോൾ ഉൾസ് ആ പ്രേനെ അറ്റാക്ക് ചെയ്യും, കഴിക്കും. അപ്പോൾ റേവൻസ് ബെനിഫിറ്റ് ഉണ്ട്. ഇവിടെ
You all guys are screwed. നിങ്ങൾ എന്നെ യൂസ് ചെയ്ത പോലെ നിങ്ങൾ എന്നെ ട്രാക്ക് ചെയ്ത് വന്നില്ല. അതുപോലെ അവർ എന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. Our enemy. നിങ്ങൾ എന്നെ യൂസ് ചെയ്ത് അയാളെ ബ്രേക്ക് ഡൗൺ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല. അതെയാണ് ഫെലിക്സ്. നിങ്ങൾ എന്നോട് ചെയ്ത ക്ഷമിക്കും. ബട്ട് എന്റെ മമ്മി, she's my diamond. You are taken from me. You are taken. Felix is here for you. All of you. He is here. കളിയാ കുറെ ആൾക്ക് ശേഷം ഡാൻസ് കളിച്ചോണ്ടാണെന്ന് ഒരു വല്ലാത്ത പിടുത്തം. ശിവാസ്, ഈ മൂഡിൽ ഒരെണ്ണം അടിക്കണം കളിയാ. അതൊരു ഗുമ്മ. ദുബായിലായിരുന്നോ ഷെഡ്യൂള്? ഓടെ ദുബായിലായിരുന്നു ഷെഡ്യൂൾ. അച്ചാറ് കൊള്ളാൻ കേട്ടാ. ഓടാ ഇനിയൊരു ഷെഡ്യൂളും കൂടെ ഉണ്ട്. അതെയാ. പിന്നെ നമ്മളിവിടത്തെ പോലെ അല്ല. പിന്നെ ദുബായില് വെറൈറ്റി സാധനങ്ങളാണ്. ഓ അളിയാ നല്ല പോയെങ്കിലെന്ത് നിവിൻ പോളി കഴിഞ്ഞ അളിയന്റെ ചിരിയാണ് മലയാള സിനിമയില്. നീ നേരത്തെ എന്നോട് സേർട്ട് ചോദിച്ചില്ലടെ? ഓ അവിടെ ഇതും മാച്ച് വലിച്ചോണ്ട് ഉണ്ടായിരുന്നോ കേട്ടോ. എനിക്കിട്ട് വലിപ്പിക്കാൻ വരരുത്. അളിയാ ആ ഉറുമ്പിന്റെ പരുന്തിന്റെ കഥ ഒന്ന് പറയളിയാ. ഒന്ന് മൂടൊന്ന് വൈബാവട്ടെ. നിനക്കെന്ത് വയ്യ വിട്ട് പറയളിയാ. അമ്മമാരെ ഒരറ്റം പറ്റിയിരിക്കും. നിനക്ക് എന്ത് തന്നെ അവന്മാരെ പോകാൻ പറയടാ. അവന്മാരൊന്നും അറിയില്ല. അളിയ ചുമ്മാ അളിയ. അവന്മാർ എഴുതിച്ചു വന്ന് തന്നെ അടിക്കും. ഫിലോസഫിയൊക്കെ കയറി വരുവാളിയ. നീ ചുമ്മാ അളിയ ബോധം കെട്ടി കിടക്കുന്ന അവന്മാരെന്തിനാന്ന് അറിയില്ല അളിയ. അത് പറ ഇങ്ങോട്ട് പറയളിയാ. ചുമ്മാ ഇടാ.
എടാ അവന്മാരവിടെ ബോധം കെട്ട് കിടക്കല്ലേ, അവന്മാരറിയില്ല. അല്ലെങ്കിൽ പറ, ആരും കേൾക്കില്ല. അല്ലെങ്കിൽ പറ. അളിയ എന്തിനു പറയാൻ, ഈ ഉറുമ്പിന്റെ കേസാ. ഓ അളിയ ഉറുമ്പിന്റെ എന്ന് പറഞ്ഞ അളിയ ഞാൻ പറഞ്ഞ നമ്മളെ ഉറുമ്പ് അറിയാലോ നിനക്ക്, അത് കൂട്ടമായിട്ടാണ് പോണത്. എന്ന് പറഞ്ഞാൽ ഒരു കോളനി പിടിച്ച് ഒരു നിരയായിട്ടാണ് പോണത്. ഒരു നിരയായിട്ട് പോകും. അതിനെയും കാട്ടി ഒരു ലോഡ് വെയിറ്റ് ആണ് അത് എടുത്ത് വെച്ചുകൊണ്ട് പോണത്. അതിന്റെ ശരീരത്തിനെ കാട്ടി അത്രയും വെയിറ്റ് എടുത്ത് വെച്ചുകൊണ്ടാണ് അത് പോണത്. അതിങ്ങനെ നേരെ പിടിച്ച് പോകും. നേരെ പിടിച്ച് പോണ സമയത്ത് ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ അളിയ, ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു സാധനം കേറിക്കൊണ്ടിരിക്കും. എന്തിനാ ഇതിന്റെ പേരെന്തോന്നടേ, ഇതിന്റെ എന്തിനാ ആ പുല്ലിന്റെ പേരെന്ന് വെച്ചാൽ സോംബി ഫംഗസ് മറ്റേ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇതിന്റെ ശരീരത്തിനകത്ത് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നത്. ഇതറിയുന്നില്ല. ഇതിങ്ങനെ പോകുന്നുണ്ട് സ്ഥിരം. അതിന്റെ ഇതുപോലെ അതിനും കട്ടി വെയിറ്റുള്ള സാധനം എടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി 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 ഒരു ദിവസം ഇവൻ ഈ ശരീരത്തിനകത്ത് കയറി അറ്റം പറ്റിയിരിക്കണവൻ ഒരു ഇത് മാറി നടന്നിട്ട് അവന് മരത്തിൽ ഇങ്ങനെ പയ്യങ്ങനെ കയറും. ഇങ്ങനെ കയറി ഇങ്ങനെ അതിന്റെ ഇങ്ങനെ ഇങ്ങനെ കയറി ഇങ്ങനെ പറ്റിയിട്ട് അവിടെ കയറി ഇങ്ങനെ ഇരിക്കും. അവിടെ ഇരുന്ന് സമാധിയാണ്. ഓരോരുത്തന്മാര് വീട്ടിൽ സമാധിയാണെന്ന് കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ സമാധിയാണ്. അതേപോലെയാണ് നീയൊക്കെ. ഞാൻ പറഞ്ഞുതരാം. എടാ നീയൊക്കെ അതാ ഇങ്ങനെ മറ്റേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മറ്റേ ഒരു ജോലി കിട്ടിയിട്ട് പിന്നെ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് തലയിലും വെച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിന്നെയൊക്കെ കൂട്ടിയാൽ കൂടാത്ത രീതിയിലുള്ള ജോലികളും ചെയ്ത് ഇതും ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന് പോയി നീയൊന്നും അറിയുന്നില്ല. നിന്റെ ശരീരത്തിനകത്തൊക്കെ കയറിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇങ്ങനെ ഒരു സാധനങ്ങൾ ഇങ്ങനെ കയറി തെവട്ടി അതിനൊരു ഇംഗ്ലീഷ് പേരിട്ട് വിളിക്കും, ഡിപ്രഷൻ. അല്ലാതെ വെറുതെ മറ്റേ പണിയില്ലാതിരിക്കണമാർക്ക് പറഞ്ഞ സാധനമൊന്നുമല്ല. അത് ഏതാ അലവലാതി പറഞ്ഞാണ്, അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. എടാ ഇതിങ്ങനെ വന്ന് ഡിപ്രഷൻ വന്ന് കയറി ഒരു ദിവസം നീയൊക്കെ മാറി നീയൊക്കെ അവിടെ തീരും ഉറപ്പാണ്. അങ്ങനെയാണ് നിന്റെയൊക്കെ അവസാനം. ഞാൻ ആ ഗണത്തിൽപ്പെടില്ല. അളിയാ, അളിയന്റെ ആ വളപ്പ് കേസുണ്ടല്ലോ, അതൊന്ന് പറ. അതെന്താ അളിയാ വളപ്പ്? അളിയ നേരത്തെ ഞാൻ പരുന്നിന്റെ കേസ് പറഞ്ഞില്ലേ അളിയ? ഈ ഞാനുണ്ടല്ല പരുന്തിനെ പോലെ, മനസ്സിലായോ? ഈ പരുന്ത് നിനക്കറിയാലോ, ഒരു മിത്താണ്. പരുന്ത് സ്വന്തം ബീക്ക് അത് താമര കല്ലില്ല ഇതിലായിട്ട് ഇങ്ങനെ അടിച്ച് അതിനെ ഉടച്ചു കളയും. ഈ ബീക്ക് ഉടച്ചു കളയും. അതുപോലെ കളിയ ഞാൻ അവളെയും കളഞ്ഞു. ആവശ്യമില്ലാത്ത ഇതായിരുന്നു അളിയ, ഒരു റെസ്പോൺസിബിലിറ്റി പോലെയായിരുന്നു അളിയ ഞാൻ കളഞ്ഞു. ഈ പരുന്ത് എന്തിനാണ് അത് ചെയ്യണത്? വീണ്ടും അതിന് വരും, വന്നിട്ട് പറക്കാൻ, അല്ല ഞെരിച്ച് പറക്കാൻ വേണ്ടി. അതെ, അങ്ങനെ പറക്കാൻ വേണ്ടി അളിയ. പറന്നില്ലേ, എനിക്കിഷ്ടമുള്ള ജോലിയല്ലേ ഞാൻ ചെയ്യണത്, ആണോ അല്ലേ? അതിൽ നിന്നല്ലേ ഞാൻ സമ്പാദിക്കുന്നത്, തന്നെയല്ലേ? നീയൊക്കെ അതുപോലെയാണ് അല്ല? ഞാൻ ഇഷ്ടമുള്ളതെന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ഇഷ്ടമുള്ള ജോലി, മനസ്സിന് സന്തോഷം പറഞ്ഞാൽ. ഇവള് പിന്നെ വേറെ കേസ്, ഇവളെ കാമുകനെ കൊണ്ട് എന്നെ തല്ലിച്ച്. അങ്ങനെയാണ് എന്റെ പല്ല് പോയത്. അതിനൊക്കറിയാം. ഞാൻ പണി കൊടുത്ത് നമ്മള് എല്ലാരും കൂടെയാണ് കൊടുത്തത്, അറിയാലോ എനിക്ക്. അങ്ങനെയാണ് കളിയാ. അങ്ങനെ പരുന്തിനെ പോലെ പറക്കുകയാണ് കളിയാ ഞാൻ കറക്റ്റായിട്ട്. എനിക്കറിയാം അതിന്റെ ഏതൊക്കെയാണ് എന്റെ
കറക്റ്റ് ഏരിയ എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം കറക്റ്റ്. മനസ്സിലായോ? ഇത് വീട്ടിന്റെ പുറത്ത് പറയണല്ലേ അളിയ, ഒറിജിനൽ. എന്റെ കസിൻ അല്ലേ ആ ഫെലിക്സ്, അവൻ വിചാരിച്ച അളിയന് പാൻ ഇന്ത്യ ലെവലില് ചാൻസ് കിട്ടൂലടയാ. പിന്നെ എന്തിനല്ലേ ഈ ചാൻസ് ഒക്കെ തണ്ടി നടക്കണ അളിയ? ഓ ഫെലിക്സ് അളിയാ, അവൻ പാൻ ഇന്ത്യ ലെവലിലാണ് നാട്ടുകാരെ മൂഞ്ചിപ്പിക്കുന്നത്. അതറിയാം നിനക്ക്? അവന്റെ സഹായം ചോദിച്ചാണ്ടല്ലോ അളിയ, എന്റെ തലയിലും ഇരിക്കും രാക്കുകൾ. വെറുതെ എന്തിനാ? വെറുതെ എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ലടേ. ഞാൻ എന്ത് ചാൻസ് ഒപ്പിക്കുകയില്ല. പിന്നെ അവന്റെ കാര്യം എന്തിന്? അവനെ പോകാൻ പറ. അവനെ ലെവലാതി. അവൻ എങ്ങനെ പൈസ ഉണ്ടാക്കിയെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ അളിയ അതിൻ്റെ അടുത്ത് പറയല്ലേ. വെറും അളിയ വെറും കഴുപ്പണം കെട്ട വർത്താനങ്ങൾ വരും ചിലപ്പോൾ. വേണ്ട വേണ്ട, നീ വിട് 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 അളിയ. നീ വിട് വിട്. Come on, tell me, who are you? പറയണോ? കണ്ണിലൊരു മങ്ങലുണ്ട്. ചിന്നതായി ഇത് voice. I'm on the mend. എല്ലാം എൻ്റെ സംഭാവനകളാണ്. ഫെലിക്സ്, നീ അങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടല്ലേ? ഞാൻ ക്ലിയർ ആക്കി തരാം. ചില രാഷ്ട്രീയക്കാർ കാണിക്കുന്ന പരിപാടിയാണ്. എല്ലാവരും ഇല്ല, ചിലവരും. പക്ഷെ എനക്കത് മതിയായിരുന്നു. ഈ കാട്ടിലെ ആനയെ കടുവ എങ്ങനെ ആക്രമിക്കണം എന്നറിയോ എനക്ക്? മൂപ്പരടുത്ത് നേരിട്ട് ചെല്ലൂല. അത് ചില മണ്ടന്മാരെ ചെയ്യും. ചുരുട്ടി കൂട്ടിയിട്ട് എന്തായാലും തടിക്കും. പക്ഷെ ചിലവരുണ്ട്, മൂപ്പര് പോലും അറിയാതെ മൂപ്പരുടെ പുറകെ ചെല്ലും. കാലിൻ്റെ ഈ ഭാഗത്ത് ഒറ്റ മാന്തല, വൺ സ്കാർ, സ്മൂത്ത്. അതിങ്ങനെ ഇരുന്ന് പഴുക്കാൻ തുടങ്ങി. പഴുത്ത് പഴുത്ത് ജീർണിച്ച് ഒരു ദിവസം ദ ബിഗ് ബോയ് ക്ഷമയോടെ കാത്തിരുന്ന നമ്മുടെ വില്ലൻ്റെ എൻട്രി ഓൻ ആസ്വദിച്ച് കിട്ടിയ ഇരേ അങ്ങനെ കഴിക്കാൻ തുടങ്ങി. അതേ സെയിം അവസ്ഥയായിരുന്നു എൻ്റെ ഓഫീസിൽ നടന്നത്. എൻ്റെ ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു കുഞ്ഞ് ഓഫീസിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ചിന്ന കമ്മ്യൂണൽ റൈറ്റ്. അതാണിപ്പോൾ ട്രെൻഡ്. ഇറക്കിയ ബ്ലോക്ക് ബസ്റ്റർ മോനെ. ഫിലിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഫിലിക്സ് ഗ്രാനൈറ്റ്സ്, ഫിലിക്സ് ഓട്ടോമൊബൈൽസ്, ഫിലിക്സ് ഫാർമസ്യൂട്ടിക്കൽസ്, ഫിലിക്സ്. ഇത്രയേ ഉള്ളൂ. ഓൾ ഗോൺ. എൻ്റെ പേരിൻ്റെ കൂടെ നീ ചേർത്ത് വെച്ചതെല്ലാം the real checkmate.